കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കിയ ആമേൻ ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ വചനചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുവീൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുവീൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. വചനം അങ്ങയുടേതാണ്, ഇത് ഞങ്ങൾക്ക് അങ്ങ് നൽകി തന്നതിനായി നന്ദി. ഈ വചനത്തിൽ നിന്ന് കർത്താവേ, ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ വായിച്ച നമ്മുടെ വേദഭാഗം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം. പലരും ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ യഹോവയുടെ ഒരു അരുളപ്പാട്, ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ഇപ്രകാരം നമ്മൾ വായിച്ചു. വരുവാനുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം? എന്നോട് ചോദിപ്പീൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറഞ്ഞിരിക്കുന്നു, തൻ്റെ മക്കളോടായിട്ട് അറിയിക്കുന്ന ഒരു കാര്യം കൂടി ഇതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും എന്ത് ചെയ്യണം? എന്നോട് കൽപ്പിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗം നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സർവശക്തി പ്രകടപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനോടുള്ള 2 കൽപ്പനകളാണ് നാം വായിച്ച വേദഭാഗം. അവിടെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. തൻ്റെ മക്കളെ സംബന്ധിച്ചുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്. അവിടെ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് നിങ്ങൾ ചോദിക്കണം. 2, എൻ്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോട് കൽപ്പിക്കണം. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 ഭാഗത്തിലും, ഒരു വാക്യത്തിലെ ആ 2 ഭാഗങ്ങളിലും 2 ക്രിയകൾ, 2 നടക്കേണ്ട 2 കാര്യങ്ങളാണ് തൻ്റെ മക്കളോട് സർവശക്തനാകുന്ന ദൈവം അരുളി ചെയ്യുന്നത്. ഇപ്രകാരം പറയുന്ന ഇതാണ്. ഒന്ന്, ചോദിക്കുക. അവൻ പ്രൈസ് ആസ്ക് മീ ഓഫ് തിങ്സ് ടു കം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് കൽപ്പിക്കുക. കമാൻഡ് മീ ദ വർക്ക് ഓഫ് മൈ ഹാൻഡ്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അവൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മൾ ഓരോരുത്തരും തൻ്റെ ജനമാകുന്ന അവൻ പ്രൈസ് തൻ്റെ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്ത് ചെയ്യണം? ചോദിക്കണം. 2, കൽപ്പിക്കണം. അവൻ പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ നമുക്കൊരല്പം വേറെ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ടും ഒരു സാധ്യതയുണ്ടാവും. അവൻ പ്രൈസ് ദി ലോർഡ്. കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായ രീതിയാണ്. നമ്മൾ ചില സമയങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, അവൻ ഈ ശാസിക്കുന്നതിൻ്റെ അകത്തൊക്കെയുള്ള ചില നല്ല വശങ്ങളും പറയാറുണ്ട്, ചിലർ അതിൻ്റെ ദോഷവശങ്ങളും പറയാറുണ്ട്. ചിലരൊക്കെ നല്ല ഒരു പഞ്ചിന് വേണ്ടിയൊക്കെ അങ്ങ് എന്ത് ചെയ്യും, എടുത്തങ്ങ് ഭയങ്കര അങ്ങ് ശാസന അല്ലേ. അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വിശ്വാസഗോളത്തിൽ അത് അത്ര അങ്ങോട്ട് അത് താല്പര്യപ്പെടുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ ഇപ്പം വന്നിട്ട് 2 വർത്തമാനമൊക്കെ പറയുകയാണെങ്കിൽ, ഈ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒട്ടും എന്ത് ചെയ്യാൻ പോകത്തില്ല, പിന്നെ വേറെ പണിയൊന്നുമില്ല അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എന്നാൽ ഇച്ചിരി മുതിർന്ന ഒരാൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ അത് ഇച്ചിരും കൂടെ അതിനെ നമ്മൾ അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ഇത് 2 കാര്യങ്ങളും അവൻ പ്രൈസ് ദി ലോർഡ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കർത്താവായ ദൈവം അവൻ പ്രൈസ് ദി ലോർഡ് തൻ്റെ മക്കളോട് അരുളി ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ചോദിക്കണം. 2, നിങ്ങൾ എന്നോട് കൽപ്പിക്കണം. അവൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ധ്യാനിച്ച് നമുക്ക് പെട്ടെന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിക്കുക എന്നതും കൽപ്പിക്കുക എന്നതും 2ഉം ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, അത് മനുഷ്യനോടായാലും ശരി, ഈവൻ ദൈവത്തോടായാലും ശരി. അവൻ മനുഷ്യനോട് എന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം ഒരു കാര്യം ഞാനങ്ങ് പറയാം.
ഈ നമുക്ക് ചില കാര്യങ്ങൾ അവകാശപ്പെട്ടതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പോയി ചോദിക്കാൻ എന്താണ് വലിയ മടിയാണ്. ഇവിടെ നമ്മുടെ ക്യാമ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയാച്ചാനൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോരുത്തരോടും പറഞ്ഞതുപോലെ എന്നോടും പറഞ്ഞു, ആ സമയത്ത് എന്ത് ചെയ്യണം, അവധിയെടുത്ത് നമ്മുടെ ക്യാമ്പിൽ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും ഞാൻ ജോലി നിർത്തിയെന്ന് ഞാൻ അവധി ചോദിച്ചില്ല. ചോദിക്കാത്തതിൻ്റെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ എന്നോട് ഇപ്രകാരം പറയണ്ട, അച്ഛൻ പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണെന്ന് പറയും. ഞാൻ ചോദിച്ചാലെങ്ങാണ് എന്നെ അവർ പറഞ്ഞു വിടുമെന്നുള്ള പേടി. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആനുവൽ ലീവ് ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്ക് ഏകദേശം 206 മണിക്കൂർ എടുത്ത് ഇപ്പം ആനുവൽ ലീവ് എടുക്കാനുള്ള വകുപ്പ് കിടപ്പുണ്ട്. അപ്പോൾ എന്നാൽ പോലും 2 ദിവസം ചെന്ന് ചോദിക്കാൻ എന്തുവാ. അപ്പം നേരത്തെ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള എന്താ, ആനുവൽ ലീവ് ഉള്ള എന്തിനുള്ളതാ, ഇതെടുത്ത് തീർക്കാനുള്ളതാ. ഇത് എടുത്താലും എടുത്തില്ലെങ്കിലും എന്താണ്, പ്രത്യേകിച്ച് അത് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടും, എടുത്തില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് ചില കാര്യങ്ങൾ ചിലരുടെ മുന്നിൽ ചെന്ന് ചോദിക്കാനായിട്ടൊരു മടിയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതേ അവസ്ഥ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ള മടി എന്ന് മാത്രം അതിനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ എന്തൊക്കെയോ അല്ലേ, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, പുറകിലോട്ട് വലിക്കുന്ന ചില ഫോഴ്സുകളൊക്കെ നമ്മളെ പ്രൈസ് ഇതിൽ നിന്ന് എന്ത് ചെയ്യും. അപ്പോൾ ഓർക്കുക, പ്രൈസിലോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തുന്ന പ്രൈസിലോട് ഹല്ലേലൂയ ചില സ്പിരിറ്റാണ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചോദിക്കുന്നതിൽ നമ്മളെ തടയുന്നത്. പ്രൈസിലോ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് പറയുകയാണ്, എന്ത് ചെയ്യണം, എന്നോട് ചോദിക്കണം. പ്രൈസിലോ. അപ്പോൾ ചോദിച്ചാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളെ മാറ്റി പ്രൈസ് ദൈവത്തോട് പ്രൈസിലോട് ഹല്ലേലൂയ ചോദിക്കുവാൻ നാം തയ്യാറാണ്. ഒരുപക്ഷെ മനുഷ്യനോട് നാം ചോദിക്കാൻ നമ്മൾ വലിയ ബുദ്ധിമുട്ട് കാണിച്ചില്ലെങ്കിലും സ്വർഗത്തിലേക്ക് നോക്കുവാൻ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മടി കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പറയുന്നു ഹല്ലേലൂയ കൽപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് ഇതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാളോട് എന്ന് കൽപ്പിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിപ്പം ഒരു രീതിയിൽ നമുക്കിപ്പം ഗോ ആൻഡ് സിറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് പോലും എന്തില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാം, അല്ലേ? ഒരാളോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ടല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് കൽപ്പിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ ദൈവവചനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന്, വിശുദ്ധ തിരുവചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയ ദൈവജനമേ, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുവിൻ. പ്രൈസ് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ചെയ്യേണ്ട നിന്റെ ദൈവമായ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോട് കൽപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എന്തെന്നാൽ, നമ്മൾ ചോദിക്കാനും തയ്യാറാവണം, ചിലത് കൽപ്പിക്കാനും നാം നമ്മളെ തന്നെ പ്രാപ്തരാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം, കാരണം ചോദിക്കുവാനുള്ളൊരു ബന്ധം പ്രൈസ് ദി ലോർഡ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവകാശമായി നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആ ബന്ധം എന്നാൽ ഇപ്പോഴും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനോ നമുക്കതിനെ അതിൻ്റെതായ രീതിയിലൊന്ന് പ്രൈസ് ദി ലോർഡ് ഒന്ന് ബന്ധിപ്പിക്കുവാനോ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെയും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭൗതികമാകുന്ന നന്മകളൊക്കെ വരുമ്പോൾ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൽ വളരെ സന്തോഷിക്കും. ഞായറാഴ്ചകളിൽ നമ്മുടെ സാക്ഷ്യമായിട്ടൊക്കെ നമ്മളത് പറയും. പ്രൈസ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്തു തരുന്ന കാര്യങ്ങളെ മാത്രം നമ്മളെടുത്ത് നമ്മൾ അതിനെ പറയുക മാത്രമല്ല, ചില ദൈവത്തിൽ നിന്ന് ചോദിച്ച് മേടിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിനായി നാം എന്ത് ചെയ്യണം, നമുക്ക് വാഞ്ചയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം ഇതാണ്, ദൈവ മക്കളുടെ ആഗ്രഹങ്ങളും പ്രൈസ് ദി ലോർഡ് ആവശ്യങ്ങളും
അനുസരിച്ച് പിതാവായ ദൈവം പ്രവർത്തിക്കേണ്ടതിന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണം? ദൈവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവകാശം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആമേൻ, അച്ചാരമായി നൽകിയിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഈ വേദഭാഗത്തിൽ അക്ഷരാർത്ഥത്തിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ ഭാഗം അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ ഒരു ദൂത് കിടപ്പുള്ളത് ഇതാണ്: നൽകേണ്ടത് തൻ്റെ ജനത്തിന് കൊടുക്കാതെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മറിച്ച്, ആമേൻ, ഹല്ലേലൂയ, ചോദിക്കുമ്പോൾ തൻ്റെ മക്കൾക്കായി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രവർത്തിപ്പാനും തൻ്റെ ജനത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനും സർവശക്തനാകുന്ന ഒരു ദൈവത്തെയാ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ അപ്പോൾ ഈ ഫോർമാലിറ്റികളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നോട് ചോദിച്ചു കൊള്ളുവീൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന, ആമേൻ, ചില വിഷയങ്ങളുടെ മേൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, സമയങ്ങളെ വേർതിരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുവാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആലോചനയായി പറയുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ, ആമേൻ, ഹല്ലേലൂയ, വചനത്തിൽ നമ്മൾ മാറി നിൽക്കുന്നത്, ആമേൻ, ചിലത് മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില കാരണങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലത് പ്രാപിക്കുവാൻ നമുക്ക് കഴിയാത്തതായ ചില, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിരന്തരമായി പ്രാർത്ഥിക്കുന്നുവെങ്കിലും എന്നാൽ ഇതുവരെയും നമുക്കത്, ആമേൻ, പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില, ആമേൻ, ഹല്ലേലൂയ, ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയങ്ങളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ഒന്ന് ശക്തമായി ചോദിക്കുവാൻ, ദൈവത്തോട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കൂടെ ഒന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട്, ആമേൻ, ദൈവത്തോട് ചോദിക്കുവാനും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പ്രാപിക്കുവാനും എന്നെ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ, പ്രൈസ് ദി ലോർഡ്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമുക്കറിയാം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം എന്നത് എന്താണ്? പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. പ്രയർ ഈസ് എ കോൺവെർസേഷൻ വിത്ത് അവർ ഫാദർ എന്നാണ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ സാധാരണ പറയാറുള്ളത്. ദൈവവുമായിട്ടുള്ള നമ്മുടെ പിതാവുമായിട്ടുള്ള, നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ പിതാവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണമാണ് എന്ത്? പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നത് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥനയെ കാണുന്ന ഒരു രീതിയുണ്ട്, എന്നാൽ അതല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ, ആമേൻ, പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സംസാരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആർക്കുണ്ട്? നമുക്കുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് എഫേസ്യർ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സകല പ്രാർത്ഥനയാലും യാചനയാലും, അപ്പോൾ എന്ത് ചെയ്യണം? ഏത് നേരത്തും എന്ത് ചെയ്യണമെന്നാ? ആത്മാവിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ചും, അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, എന്തിൽ സ്ഥിരത കാണിക്കണം? പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണമെന്നാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ഇപ്രകാരം, ആമേൻ, ഹല്ലേലൂയ, എഫെസോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? പൂർണ്ണ സ്ഥിരത, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കാണിക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ, ആമേൻ, ഇത് എപ്പോഴെങ്കിലും മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടേതാകുന്ന ഒരു സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂളല്ല പ്രാർത്ഥന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മറിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഏത് നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ ജാഗരിപ്പാൻ, ആമേൻ, ദൈവത്തോട് സംസാരിക്കുവാൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് തന്നിരിക്കുന്ന, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേക പ്രൊവിഷനാണ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥന എന്ന, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു സംഗതി. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പിന്നെയും പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദുർദിവസങ്ങൾ വരുമ്പോൾ സാത്താനോട് എതിർത്തു നിൽക്കുവാനുള്ള
സർവായുധ വർഗം ധരിച്ചു കൊള്ളുവാൻ ആരോട് ഉപദേശിക്കുകയാണ് പൗലോസ്? തൻ്റെ സഭയോട് ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാട്ട് ആ 13 തൊട്ട് 17 വാക്യങ്ങളിൽ ആ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? എടുത്തുകൊള്ളണം, അല്ലെ ധരിച്ചു കൊള്ളണം. എന്തൊക്കെയാണത്? അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം, ഒരുക്കം, എല്ലാറ്റിനും ഇതേ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരശസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പൗലോസ് തന്റെ സഭയോട് വളരെ ശക്തമായി പ്രൈസ് ദി ലോർഡ്, ഈ സർവായുധ വർഗത്തെ നിങ്ങൾ ഇതിനെ ഒരു കവചം എന്ന പോലെ ധരിക്കുവാൻ പറഞ്ഞതിന്റെ അടുത്ത വാക്യത്തിൽ 18ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിച്ചതാണ്. എന്താ വായിച്ചു? സകല പ്രാർത്ഥനയാലും യാചനയാലും എന്ത് ചെയ്യണം? പ്രൈസ് ഏത് നേരത്തും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയോട് കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ? ഈ സർവായുധ വർഗം ധരിക്കേണ്ടത് എപ്രകാരമാണ്? പ്രാർത്ഥനയോടുകൂടിയാ. കാരണം പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയെ പ്രൈസ് നമ്മൾ വചനം പഠിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥനയെ ഈ സർവായുധ വർഗത്തിന്റെ പ്രൈസ് 7ാമത്തെ ഒരു ഘടകമായ ഇതിനെ വിശേഷിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാരണം പ്രാർത്ഥന കൂടാതെയുള്ള പ്രൈസ് ദി ലോർഡ് ഈ ഒരു ആയുധവർഗവും പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യത്തില്ല? ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പ്രവർത്തനരഹിതമാകുന്നത് എപ്പോഴാ? നമ്മളുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഇതൊരു പ്രൈസ് ദി ലോർഡ്, ഈ പ്രാർത്ഥനയിലുള്ള സ്ഥിരത കുറയുമ്പോഴും എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, ഈ വിശ്വാസവും കുറയും. രക്ഷ എന്നുള്ള നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? പ്രൈസ് അതോടൊപ്പം തന്നെ ഒരു നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ വെള്ളം വന്ന് എല്ലാം കൂടെ കൊണ്ടുപോകുന്നു പറയുന്ന പോലെ അതെല്ലാം എന്ത് ചെയ്യും? അങ്ങ് ഒഴുകി അങ്ങ് മാറും. പിന്നെ പേരിന് നമുക്ക് പറയാം ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അപ്രകാരമുള്ള പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പ്രൈസ് ദൈവജനത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, മറിച്ച് പ്രാർത്ഥന എന്ന ഹല്ലേലൂയ പ്രൈസ് സർവായുധ വർഗം ധരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പിശാചിനോട് സാത്താന തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനും വിജയിക്കുവാനും പ്രൈസ് തടയപ്പെട്ട ചിലതിനെ അല്ലെങ്കിൽ മൂടിവെച്ച ചിലതിനെ പ്രാപിക്കുവാനുമുള്ള പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അനുഗ്രഹമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് നേരത്തും പ്രൈസ് നാം പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സഭയോട് അറിയിക്കുന്നു. ദൈവവചനത്തിൽ നമ്മെ അറിയിക്കുന്നു. സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കണമെന്ന് പ്രൈസ് ദി ലോർഡ് നമ്മൾ വചനത്തിൽ നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്, വിശുദ്ധന്മാരോട് പ്രൈസ് ദി ലോർഡ് നമ്മൾ ചിലപ്പം പറയുന്നത് പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരോടും ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ ഒരു രീതികളിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മൾ കാണുന്നത് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പം പറയും എനിക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്നതിന് തെറ്റുണ്ട് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, തെറ്റുണ്ടെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ അതായത് എനിക്ക് അതിനുവേണ്ടി അത്ര മെനക്കെടാനില്ല. ചിലപ്പോൾ ഇച്ചിരൂടെ നല്ലൊരു ഭംഗിയുമാക്കൂടെ പറയും. നല്ല ഭാഷ പറയുവാണെങ്കിൽ ചിലപ്പോൾ പറയും, എടി നീ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, അച്ഛൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കേൾക്കണ്ടാത്ത ആൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. ആ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയും കൂടി അവൻ്റെയും കൂടെ ആഴ്ചത്തെ റേഷൻ അവസാനിച്ച് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ഒരു പ്രകാരമുള്ള പ്രാർത്ഥനയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മളോട് പറയുന്നു. പ്രൈസ് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പ്രാർത്ഥിക്കണം. പ്രൈസ്. കാരണം നമുക്കറിയാം പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, റോമർ 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളിലൊന്ന് നമ്മെ പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്നു എന്നതാണ്. ഒന്ന് വായിച്ചാട്ട് പ്രൈസ് ലോർഡ്, റോമർ 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുക? തുണ നിൽക്കുക. മനുഷ്യനാ, ബലഹീനതയുള്ളവനാ, കുറവുള്ളവനാ. എന്നാൽ ആത്മാവ് എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രൈസ് ദി ലോർഡ്, നമ്മളെ തുണ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മൾ ഈ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ പില്ലറുകൾ പണിഞ്ഞു വെച്ചിരിക്കുന്ന ആ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ബിൽഡിങ്ങിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനെ വഹിക്കുന്നത് പോലെ പ്രൈസ് ലോർഡ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓരോ ദിവസവും പ്രൈസ് നമ്മുടെ ബലഹീനതകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തുണ നിൽക്കുക. വായിച്ചു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല, എന്നാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആത്മാവ് എന്ത് ചെയ്യുക? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രൈസ്. രണ്ടാമത്തെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ചോദ്യം എന്ന് പറയുന്നത്, ദൈവത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, രണ്ട് ദൈവവചന അടിസ്ഥാനത്തിലുള്ള യാചന. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയും യാചനയും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രാർത്ഥനയും യാചനയും തമ്മിൽ വ്യത്യാസം വല്ലതുണ്ടോ? രണ്ടും ഏകദേശം നമ്മൾ ചോദിക്കുകയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥന എന്നുള്ളത് ഒരു സംഭാഷണമാണെങ്കിൽ യാചന തന്നെയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇതും നമുക്ക് വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 5:5 വായിച്ചോ. അത് തന്നെ വായിച്ചോ. സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച ഒരു ഭാഗം ആദ്യം വായിച്ചപ്പോൾ ഒന്ന് സ്റ്റക്ക് ചെയ്ത് ഇത് തന്നെയാണോ വായിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? പ്രൈസ് ലോർഡ്. സാക്ഷാൽ വിധവ, ഏകാഗി. പ്രൈസ് ലോർഡ്. ഇത് രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്? ഒറ്റപ്പെടൽ, സഹായമില്ലാത്ത അവസ്ഥ. കുറച്ചും കൂടെ ഒക്കെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഏകാന്തമായി നിർജീവമായിരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഇന്നത്തെ ഒരു ചുറ്റുപാടുമായിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്താൽ ചിലപ്പം പറയാൻ കഴിയത്തില്ലെങ്കിലും, നമുക്ക് പലയിടത്തും നമ്മൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ പ്രൈസ് ഒരു സ്ത്രീ പ്രൈസ് വിധവ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ആശ്രയം എന്ത് ചെയ്തെന്നാ? നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, പല വീടുകളും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വലിയ പെട്ടെന്നല്ലേ ആ വീട്ടിലെ വീട്ടിലൊരു പ്രൈസ് ഏണിങ് ചെയ്യുന്ന ഒരാളുടെ പ്രൈസ് ലോർഡ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റോ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർ മരണപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ജോലിയിലായിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രൈസിൽ പൊക്കോണ്ടിരുന്ന ഒരു കുടുംബത്തിന് ഒരു ആക്സിഡൻറ്റ്, അദ്ദേഹത്തിന് 2 കാലും ഒടിഞ്ഞു, അദ്ദേഹത്തിന് ജോലി ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. 7-ാമത്തെ മാസമായപ്പോൾ പ്രൈസിലോ അവർ ചിന്തിച്ച ഒരു ചിന്ത ഇപ്രകാരമാണ്: അവർ ആ ഫാമിലി, അവരുടെ 2 മക്കളും ചേർന്ന് എന്ത് ചെയ്തേക്കാം? ആത്മഹത്യ ചെയ്യാം. എന്നോട് നേരിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. പ്രൈസ് ലോർഡ്. ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിസിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എവിടുന്നാണ് വന്നത്? പ്രൈസ് ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഈ ഒരു രീതിയിലേക്ക് പോയാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കുടുംബത്തെ എനിക്ക് പരിപാലിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ജോലി ചെയ്യുവാൻ എനിക്ക് കഴിയുന്ന രീതിയല്ല. കാരണം വളരെ സമയമെടുക്കും പ്രൈസ് ലോർഡ് ഈ കാര്യം ഞാൻ ശരിയായി വരുവാൻ. എനിക്ക് ഇതിൻ്റെ സമയങ്ങളിൽ തന്നെ നമുക്കറിയാം, ഒരു ഓപ്പറേഷനൊക്കെ അതിൻ്റെ പേരിൽ 2 കാലിൻ്റെയൊക്കെ സർജറി നാട്ടിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ചിലപ്പോൾ നടന്നാൽ അതിനുണ്ടാകുന്ന ഒരു എക്സ്പെൻസ്. അദ്ദേഹത്തിന് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ അവരെടുത്ത തീരുമാനം ഇത് മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ലോർഡ്, അത് ഒരാൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളിൽ പ്രൈസ് ഇപ്രകാരം ഒരു ചിന്ത വരുന്നെങ്കിൽ പ്രൈസ് ലോർഡ് ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പഴയ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം അതിനെ കാണിക്കുന്ന ഇതാണ്. പ്രൈസ് ലോർഡ്, നമ്മൾ ഏകയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് നമ്മളൊരു തനിച്ചായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രൈസ് ലോർഡ് ഒരു വിധവയെ പോലെ പ്രൈസ് ഒരു സഹായം നമുക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. എന്തിൽ ആശ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദൈവത്തിൽ ആശ വെക്കുക. നിന്റെ ജീവിതം വളരെ പ്രയാസത്തിലാണെങ്കിലും, പ്രൈസ് തളർച്ചയുടെ വശത്താണെങ്കിലും, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹോപ്പിനും ചാൻസ് ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൽ ആശ വെച്ച് എന്ത് ചെയ്യണം? രാപ്പകൽ
യാചനയിലും പ്രാർത്ഥനയിലും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദത്തിന് ആദ്യം കൊടുത്തിരിക്കുന്ന സ്ട്രെസ് യാചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്കറിയാം, ഒരാൾക്ക് ഒരു സഹായം ലഭിക്കണമെങ്കിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വിചാരിക്കുക നമുക്കൊരാളെ സഹായിക്കണം. നിങ്ങൾ എന്തൊക്കെ മാനദണ്ഡങ്ങളെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഒരാളെ സഹായിക്കുക? എന്തൊക്കെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരാളെ സഹായിക്കുന്നത്? സഹായിക്കണമെന്ന് നമുക്കൊരാളെ തോന്നിയാൽ എന്തൊക്കെയാണ്? ഒന്ന്, അവരാവശ്യക്കാരാണെന്ന് ആർക്ക് തോന്നണം? ഈ സഹായിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ തോന്നണം. ശരിയല്ലേ? ഒന്ന്, അവരാവശ്യക്കാരായിരിക്കണം തോന്നണം. രണ്ട്, അവരതിന് യോഗ്യരാണോ എന്ന് നമുക്ക് തോന്നണം. ഇത് രണ്ടുമല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ സഹായിക്കുമോ? നമ്മൾ സഹായിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഒരാളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകും. പക്ഷേ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരാളെ സഹായിക്കുവാൻ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്കറിയാം അവരുടെ അവസ്ഥ ഇന്നതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ചില സാഹചര്യങ്ങളിൽ ചില രീതികളിൽ നമ്മളെക്കുറിച്ചും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഉദ്ദേശിക്കുന്ന ആമേൻ, പ്രൈസ് ദി ലോർഡ് രീതി ഇതാണ്. ഇവിടെയാണ് യാചന എന്ന വേർഡിന്റെ ഒരു പ്രസക്തി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്ത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏകാഗിയായിരുന്നവൾ, വിധവയായിരുന്നവൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്തിൽ ആശ വെക്കണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ ആശ വെക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചു ഇപ്രകാരം, അവരെന്ത് ചെയ്യണം? രാപ്പകൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, യാചനയിലും പ്രാർത്ഥനയിലും ആമേൻ, ദൈവത്തോട് ആമേൻ നമ്മുടെ ആവശ്യബോധത്തെ പറയുവാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ആമേൻ, ഹല്ലേലൂയ, അവസ്ഥ നമുക്കൊന്ന് പറയുവാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് നമുക്ക് കഴിയുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇന്ന് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ അനുസരിച്ച് ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ലഭിക്കുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങൾക്ക് ശക്തനാണ്, ദൈവം നിങ്ങൾക്ക് വലിയവനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നൽകി തരുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് ആമേൻ മനസ്സുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളോട് പിന്നെയും പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മധ്യസ്ഥത അല്ലെങ്കിൽ പക്ഷപാതം. നമുക്കറിയാം, നമ്മുടെ ആമേൻ ചർച്ചിൽ നമ്മൾ ഇന്റർസെഷൻ പ്രേയർ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആമേൻ, പ്രൈസ് നമ്മളൊരു വിഷയത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ മധ്യസ്ഥത അണയ്ക്കുകയാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, എബ്രായർ അതിന്റെ 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയും തിരിക്കാം. എബ്രായർ 7:25 പെട്ടെന്നൊന്ന് വായിക്കാം, സമയം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ആമേൻ, പ്രൈസ് പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രൈസ് ലോർഡ്, അവൻ പ്രാപ്തനാകുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർ അതിന്റെ 8:34 കൂടെ ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചാട്ട്. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അടുത്ത വാക്യം, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? അവൻ പ്രൈസ് പക്ഷപാതം അവൻ കഴിക്കുകയും ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി ആമേൻ, പ്രൈസ് ലോർഡ്, പക്ഷപാതം കഴിക്കുന്നത് പോലെ, ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന പോലെ, ഇന്ന് ചില വിഷയങ്ങളുടെ മേൽ ആമേൻ, പ്രൈസ് ലോർഡ്, ദൈവത്തിന്റെ വചനം ഇന്ന് സംസാരിക്കുന്നു. ആമേൻ, ദൈവത്തോട് ചോദിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ദേശത്തിന് വേണ്ടി ആമേൻ ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ആമേൻ, പ്രൈസ് ലോർഡ്, ദൈവത്തിന് ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ചില ജീവിതങ്ങളെ തൊടുവാൻ ആമേൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ചില ആത്മാക്കളെ അവൻ ദൈവം വിടുവിച്ചെടുക്കേണ്ടതിന് അവൻ പ്രൈസ് ലോർഡ് ഒരു മധ്യസ്ഥത അണയ്ക്കുവാൻ അവൻ മനസ്സുണ്ടോ എന്ന് ദൈവത്തിന്റെ വചനം അവൻ പ്രൈസ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ദൈവത്തോട് നാം മധ്യസ്ഥത കാണിക്കുമ്പോൾ അവൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവൻ ചിലത് ദൈവം അവൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അവൻ തുറക്കുന്നു എന്ന് അവൻ ഹല്ലേലൂയ എബ്രായർ 4:16 നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് അവൻ സഹായത്തിനുള്ള അവൻ പ്രൈസ് ലോർഡ് കൃപ പ്രാപിപ്പാനുമായി എന്ത് ചെയ്യണം? ധൈര്യത്തോടെ
കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. അവൻ പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഇന്ന് അവൻ ഹല്ലേലൂയ ദൈവമായ ഒരു മധ്യസ്ഥത അണയ്ക്കുവാൻ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നാം തയ്യാറാണെങ്കിൽ, അവൻ പ്രൈസ് ലോർഡ് ആ ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലുവാൻ നാം തയ്യാറാണെങ്കിൽ, അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ തൽസമയത്ത് കരുണ ലഭിപ്പാനും അവൻ ഹല്ലേലൂയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. അടുത്ത ഒരു ഭാഗം കൂടെ നമുക്ക് പെട്ടെന്ന് വായിച്ച് ഈ ഭാഗം വിട്ട് നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ആമേൻ. നാലാമതായി സ്തോത്രം. ആമേൻ, പ്രൈസ് ലോർഡ്. ലേവ്യ പുസ്തകം അതിൻ്റെ ആമേൻ ഹല്ലേലൂയ 22-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയും. ആമേൻ, പ്രൈസ് ലോർഡ്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അർപ്പിക്കണം. ആമേൻ, പ്രൈസ് ലോർഡ്. ഇത് ആമേൻ ലേവ്യ ആമേൻ പ്രൈസ് ലോർഡ് പറഞ്ഞിരിക്കുന്ന ഒരു നിയമമാ. ആമേൻ, പ്രൈസ് ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനത്തോട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാ. എന്ത്? ആമേൻ, പ്രൈസ് ലോർഡ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആമേൻ, യഹോവയ്ക്ക് സ്തോത്രം അർപ്പിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? അത് പ്രസാദമാകത്തക്കവണ്ണം. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 95:2 ഇപ്രകാരം പറയുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. ആമേൻ, പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 147:7 പറയുന്നു. ആമേൻ, സ്തോത്രത്തോടെ എന്ത് ചെയ്യണം? യഹോവയ്ക്ക് പാട്ട് പാടണം. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ, ആമേൻ, പ്രൈസ് ലോർഡ് എന്ത് ചെയ്യണം? ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രസാദമാകത്തക്കവണ്ണം എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ള ആമേൻ, പ്രൈസ് ലോർഡ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കിറ്റാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. ഒരു ഉപാധികളാണ് ഈ ദിവസങ്ങളിൽ. ആമേൻ, ഹല്ലേലൂയ പ്രാർത്ഥന എന്ന ആമേൻ, പ്രൈസ് ലോർഡ് ആയുധം, ആമേൻ, പ്രൈസ് ലോർഡ് യാചന എന്ന ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമേൻ ആയുധം, ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മധ്യസ്ഥത എന്ന ആയുധം, ആമേൻ, സ്തോത്രം എന്ന ആയുധം ഈ ദിവസങ്ങളിൽ ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. ആമേൻ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ചില ആമേൻ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ കാണുമെന്നും, ആമേൻ, പ്രൈസ് ലോർഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, നമ്മൾ പ്രയാസപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ആമേൻ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ആമേൻ ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒന്ന് ബലപ്പെടട്ടെ. ആമേൻ, നമ്മുടെ ആമേൻ ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. ആമേൻ, നമ്മുടെ സ്തോത്രം ഒന്ന് വെളിപ്പെടട്ടെ. ആമേൻ, പ്രൈസ് മധ്യസ്ഥതകൾ അതിനു വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ, ഈ ദേശം വിടുവിക്കപ്പെടുന്ന തലങ്ങളിൽ, ആമേൻ, ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്ന തലങ്ങളിൽ, ആമേൻ, സഭയിൽ ആത്മാക്കളെ കൊണ്ട് നിറയുന്ന തലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അപേക്ഷയും ആമേൻ, പ്രൈസ് നമ്മുടെ മധ്യസ്ഥതകളും എല്ലാം ആമേൻ, ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ ആമേൻ, ഹല്ലേലൂയ ഒരു വലിയ പ്രവൃത്തിക്ക് കാരണമായി തീരുവാൻ ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ, പ്രൈസ് നമ്മളെ അതിനായി ദൈവം സഹായിക്കട്ടെ. 2 നമ്മൾ പറഞ്ഞ കാര്യം ദൈവത്തോട് കൽപ്പിക്കണം. ആമേൻ, പ്രൈസ് ലോർഡ്. ദൈവത്തോട് കൽപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? നമുക്ക് ദൈവത്തോട് ആമേൻ കൽപ്പിക്കുവാനുള്ള ആമേൻ ഒരു അധികാരം ആമേൻ, പ്രൈസ് ലോർഡ് നമുക്കുണ്ടോ? ആമേൻ, പ്രൈസ് ലോർഡ്. ആ വേഴ്സ് നമുക്ക് 45:11 ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ട് അതിൻ്റെ 2ാമത്തെ ഭാഗം. ആമേൻ, പ്രൈസ്. എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് എന്ത് ചെയ്യണം? എന്നോട് കൽപ്പിക്കണം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന വാക്യമല്ല. ആമേൻ, പ്രൈസ് ലോർഡ്. അത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എന്നോട് കൽപ്പിക്കാൻ. ആമേൻ, പ്രൈസ് ലോർഡ്. ദൈവത്തോടുള്ള ഏറ്റവും അടുത്ത ബന്ധം, ദൈവത്തോടുള്ള സ്നേഹം, സഹകരണം എന്നിവ പ്രകടമാക്കുന്ന ആമേൻ, പ്രൈസ് ഒരു പ്രയോഗമാണ് ദൈവത്തോട് കൽപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കാണ് ഇത് കൽപ്പിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? തൻ്റെ മക്കൾക്ക്. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ വചനം പറയുന്നു ഒരു ദൈവ പൈതലിന് ദൈവത്തോട് കൽപ്പിക്കുവാൻ കഴിയുക എന്നത് ഒരു അപൂർവമായ ഒരു പദവിയാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അപൂർവമായ എന്താണ്? ഒരു പദവിയാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. ഇത് അനുയോജ്യമായും ബഹുമാന പുരസ്സരവും, ഞാനത് സഭയ്ക്ക് വരുന്ന ഒരു ടീച്ചിങ് ആയിട്ട് പറയുകയാണ്, ഇത് ബഹുമാനപൂർവവും ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അനുയോജ്യമായും ചെയ്യുവാൻ കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആമേൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, യോഹന്നാൻ 15:7 നമുക്ക് ഇപ്രകാരം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. ആമേൻ, പ്രൈസ് ലോർഡ്. അതെന്ത് ചെയ്യുന്ന? അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ, പ്രൈസ് ലോർഡ്. അതിൻ്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, എന്തിനാ നിങ്ങൾക്കത് ലഭ്യമാക്കി തരുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിനും
ആമേൻ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യണം? കായ്ക്കുന്നതിനാൽ എന്ത് ചെയ്യുന്നു? എൻ്റെ പിതാവ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവം നമ്മൾ ചോദിക്കുന്നൊക്കെ തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവനാമം മഹത്വപ്പെടുന്നതിൻ്റെ മറ്റൊരു ലെവലിലേക്ക് പോകാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല? അത് ആഗ്രഹിക്കുന്നില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15:16 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും ആമേൻ പ്രൈസ് അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ദൈവം തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിൽ ഒരു മടിയും ദൈവത്തിനില്ല. ആമേൻ പ്രൈസ്. എന്നാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് ആമേൻ കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന ഒരു 2 വീര്യപ്രവൃത്തികൾ പറഞ്ഞ് നമ്മുടെ ഭാഗം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ചില ആമേൻ വചനം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം ഇതാണ്. വ്യാധികൾ മുതൽ, ചില വ്യാധികൾ, ചില ആമേൻ പ്രൈസ് ദി ലോർഡ് ചില ആമേൻ ഹല്ലേലൂയ പ്രശ്നങ്ങൾ മുതൽ ആമേൻ പ്രകൃതിക്ക് വരെ ആമേൻ ഹല്ലേലൂയ തടഞ്ഞു വെച്ചതായ ചില കാര്യങ്ങൾ, ചില ആമേൻ മരണം വരെ, ആ മരണത്തിൽ നിന്ന് നൽകിയ ജീവൻ വരെ ലഭിച്ച ആമേൻ ഹല്ലേലൂയ ഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ പ്രൈസ്. ഉദാഹരണമായി നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ആമേൻ പ്രൈസ് അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആമേൻ മോശ ആമേൻ പ്രൈസ് ദി ലോർഡ് അവിടെ ആമേൻ ഹല്ലേലൂയ കൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ആമേൻ തവളകൾ ചാകുവാൻ അവിടെ എന്ത് ചെയ്തു? മോശ ആമേൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആൻഡ് ദി ലോർഡ് ഡിഡ് വാട്ട് മോസസ് ആസ്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ച കാര്യത്തെ ദൈവം എന്ത് ചെയ്തു കൊടുത്തു? ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ആമേൻ പ്രൈസ് ദി ലോർഡ്. അതാണ് ആ വാക്യത്തെ ഞാൻ പറഞ്ഞത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആമേൻ പ്രൈസ് അതിൻ്റെ ഒരു ബഹുമാനപുരസ്സരമായി, അല്ലെങ്കിൽ നാം കുറച്ചു മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആമേൻ പ്രൈസ് ദി ലോർഡ് ഭാഗം പറയുകയാണെങ്കിൽ ഒരു അനുയോജ്യമായ രീതിയിൽ ആമേൻ പ്രൈസ് ചിലത് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെന്താണ്? ആമേൻ ഒരു ആമേൻ ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുന്നതാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തോട് കൽപ്പിച്ചാൽ ആ ദൈവത്തിന് എന്ത് ചെയ്തായിരിക്കാൻ പറ്റത്തില്ല? ചെയ്തു തരാതിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് വചനം വായിക്കുന്ന ഇതാണ്. പുറപ്പാട് 8:31 നമുക്ക് കാണുവാൻ സാധിക്കുന്നു മറ്റൊരു വ്യാധി. ഏതാണ്? ഈച്ചകളെ നീക്കുവാൻ എന്ത് ചെയ്തു? മോശ കൽപ്പിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ്. നീങ്ങിപ്പോയോ? അത് നീങ്ങിയോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. നീങ്ങി. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. മറ്റൊരു പ്രധാന ഭാഗം നമുക്ക് അതിലേക്ക് വായിക്കാം. യോശുവ 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഒരുപക്ഷെ അത് നമ്മൾ എല്ലാവർക്കും നമുക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കാം, എന്നാൽ നമുക്ക് പലർക്കും അറിയാവുന്നതുമായ ഒരു സംഭവം കൂടി ഞാൻ ആ ഭാഗത്തിൽ നിന്ന് വിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അവിടെ ഒന്ന് വായിക്കണം, ഭാഗം ഒന്ന് വായിക്കണം. അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്നാൽ യഹോവ അമോര്യരെ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യോശുവ എന്ത് ചെയ്തെന്ന? യഹോവയോട് സംസാരിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ്. അവിടെ യോശുവ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രകൃതിയോട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒന്ന് കൽപ്പിക്കുക. ആമേൻ പ്രൈസ് ദി ലോർഡ് എന്താ കൽപ്പിക്കുന്നത്? സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇത് പറഞ്ഞത്? ആമേൻ പ്രൈസ് ദി ലോർഡ്. അവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില അധികാരങ്ങളെ, ചില കൽപ്പിക്കുവാനുള്ള നിന്റെ വാക്കിന്മേൽ നിൽക്കുന്ന ചില അധികാരങ്ങളെ നൽകുന്ന എപ്പോഴാ? ദൈവത്തോടുള്ള സംസാരത്തിലാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് യോശുവ എന്ത് ചെയ്തെന്നാ? ആമേൻ പ്രൈസ് ദി ലോർഡ് സൂര്യനോടും ചന്ദ്രനോടും എവിടെ നിൽക്കാനാ പറഞ്ഞത്? ആ നിൽക്കുന്ന രീതിയിൽ നിന്നോണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആമേൻ ഒരു പ്രതിഭാസത്തിനും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം ഉണ്ടാകാൻ പാടില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എപ്പോഴും എത്ര ലൈറ്റ് തരുന്നുണ്ടോ അത്ര ലൈറ്റ് നിന്നോണം. ആമേൻ പ്രൈസ് ദി ലോർഡ്. രാത്രി വന്നാലേ ചന്ദ്രന്റെ പണി തുടങ്ങത്തുള്ളെങ്കിലും ചന്ദ്രൻ അവിടെ ഉണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവനാമ മഹത്വത്തിനായി ആമേൻ യോശുവ കൽപ്പിച്ചപ്പോൾ നാവിന്മേൽ ബലപ്പെട്ട
അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു ദൈവശക്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അമൻ പ്രൈസ് ലോർഡ് നിങ്ങൾ ശാസിക്കുമ്പോൾ, അമൻ പ്രൈസ് നിങ്ങൾ ചോദിക്കുമ്പോൾ, അമൻ ഹല്ലേലൂയ അമൻ യോശുവ അമൻ ഹല്ലേലൂയ കൽപ്പിച്ചപ്പോൾ സൂര്യൻ നിന്നതുപോലെ, അമൻ ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് നിന്നതുപോലെ, അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അമൻ ഹല്ലേലൂയ കൽപ്പനയുടെ ശക്തിന്റെ നാവിന്മേൽ അമൻ വ്യാപരിക്കട്ടെ. അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമൻ നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു വിശ്വാസം അമൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അമൻ പ്രൈസ് ലോർഡ്. അടുത്ത വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവ അമോര്യരെ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം സൂര്യൻ നീ ഗിബെയോനിലും ചന്ദ്രൻ നീ അയ്യോനും താഴെ നിൽക്ക എന്ന് പറഞ്ഞു. അമൻ പ്രൈസ് ലോർഡ്. അതിന്റെ അടുത്ത വാക്യമാണ് അമൻ പ്രൈസ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാഗം എന്ന് പറയും. ചിലപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു കുളിര് കയറിയിടുന്ന ഒരു ഫീലുണ്ട്. അമൻ പ്രൈസ് ലോർഡ്. അപ്പൊ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമൻ പ്രൈസ് ലോർഡ്. ഇവിടെയാണ് അമൻ പ്രൈസ് അസാധ്യമായ ഒരു കാര്യത്തെ അമൻ സാധ്യമാക്കിയതും സാധ്യമല്ലാഞ്ഞ ഒരു കാര്യത്തെ അസാധ്യമായതും. അമൻ പ്രൈസ് ലോർഡ്. ആ പറഞ്ഞ വാക്യം ഇതാണ്: യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അമൻ അഭിഷേകമുള്ള ദൈവജനത്തിന്മേൽ, അമൻ പ്രൈസ് ലോർഡ് വാക്കിന്മേൽ അനങ്ങാതെ നിൽക്കുന്ന അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സൂര്യനെ പോലെ, അമൻ ചന്ദ്രനെ പോലെ, അമൻ പ്രൈസ് ലോർഡ് നീ ദൈവത്തോട് കൽപ്പിക്കുമ്പോൾ, അമൻ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ വചനം പറയുന്നു അമൻ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തി. അമൻ പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമ്മൾ ദൈവത്തോട് അമൻ നമ്മൾ അപേക്ഷിക്കുമ്പോൾ, അമൻ പ്രൈസ് ലോർഡ് ദൈവത്തോട് അമൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമ്മൾ അടുത്ത് വരുമ്പോൾ, അമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇപ്രകാരം ഒരു ശക്തിയാൽ ദൈവം ഹല്ലേലൂയ സഭയെ നിറയ്ക്കട്ടെ. അമൻ പ്രൈസ് ലോർഡ്. അടുത്തൊരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അമൻ പ്രൈസ് ലോർഡ്. നമുക്കറിയാം അമൻ 1 രാജാക്കന്മാരിന്റെ 18-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബാലിന്റെ 450 പ്രവാചകന്മാർ എന്ത് ചെയ്തു? കാളയെ അറുത്ത് എന്ത് ചെയ്തു? കഷണമായി വിറകിന്മേൽ വെച്ചു. എന്നാൽ അവിടെ എന്ത് ചെയ്തില്ല? അവിടെ തീ ഇറങ്ങിയില്ല. എന്നാൽ എന്ത് ചെയ്തെന്നാ? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 36-ാമത്തെ വാക്യം പറയുന്നു, ഏലിയാവിന്റെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ട്. അതൊന്ന് പെട്ടെന്ന് വായിക്കാം. 8:36 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. ആ ആ ആ ആ ആമേൻ പ്രൈസ് ലോർഡ്. ഇവിടെ പ്രാർത്ഥനയിൽ ഒരു സാധനം, ഒരു ഘടകം കിടക്കുന്ന ഇതാണ്. എന്താ പ്രാർത്ഥിച്ചത്? ആമേൻ പ്രൈസ് ലോർഡ്. എന്താകണമെന്നാ പ്രാർത്ഥിച്ചു? ഇപ്പോൾ വായിച്ച അവസാന വാക്യം എന്താണ്? ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും. ആമേൻ പ്രൈസ് ലോർഡ്. ഇത് ഈ സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ വെളിപ്പെട്ട് വരണം. ആമേൻ പ്രൈസ് ലോർഡ്. നമുക്ക് വായിക്കുന്ന തുടർഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങി. ആമൻ പ്രൈസ് ലോർഡ്. ഹോമയാഗവും ആമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യാഗപീഠവും മാത്രമല്ല കത്തിച്ച് അത് ചാമ്പലാക്കിയത്, ആമൻ തോട്ടിലെ ആമൻ വെള്ളവും എന്ത് ചെയ്തു കളഞ്ഞു? വറ്റിച്ചു കളഞ്ഞു. ആമൻ പ്രൈസ് ലോർഡ്. അപ്പോൾ ആമൻ ഹല്ലേലൂയ ആമൻ ഹല്ലേലൂയ ഒരു ദൈവികമാകുന്ന ഒരു ശക്തി അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആമൻ പ്രൈസ് ലോർഡ്. അവൻ ദൈവമേ അങ്ങടെ ആമൻ ഹല്ലേലൂയ ആമൻ പ്രൈസ് ലോർഡ് ഈ ജനം അറിയേണ്ടതിന്, അല്ലെ ഈ ദേശത്ത് ആമൻ ഹല്ലേലൂയ അങ്ങ് ദൈവമെന്ന് അവൻ വെളിപ്പെട്ട് വരേണ്ടതിന് അവൻ പ്രൈസ് ലോർഡ് ഇപ്രകാരം നടക്കുവാനെന്ന് അവൻ പ്രൈസ് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നടന്ന ആമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമൻ ഹല്ലേലൂയ അത്ഭുതം എന്ന വണ്ണം അവൻ പ്രൈസ് ലോർഡ് ഈ ദിവസങ്ങളിൽ ആമൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമുക്കും ആമൻ ഹല്ലേലൂയ ഈ ദേശത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഈ ദേശത്തിന് വേണ്ടി അവകാശം പറയുമ്പോൾ, നമ്മൾ ഈ നാവ് കൊണ്ട് ആമൻ ചില ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമൻ പ്രൈസ് അതൊക്കെ ഒരു വിടുതലിന് കാരണമായി തീരട്ടെ. അതൊക്കെ ആമൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അത് അപ്രകാരം സാധ്യമാകുന്ന അവൻ ഒരു തലങ്ങളിലേക്ക് അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മാറട്ടെ. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവൻ അപ്പോസ്തലപ്രവൃത്തികളുടെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു. അവൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവൻ അപ്പോസ്തലന്മാർ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കൽപ്പിച്ചു. അവൻ പ്രൈസ് അവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല, അവൻ പ്രൈസ് ഉള്ളത് അവൻ പ്രൈസ് ലോർഡ് ഞാൻ നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ആമൻ പ്രൈസ് ലോർഡ്. അവൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പെട്ട അവൻ്റെ ദൈവിക ശക്തി അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവൻ അപ്പോസ്തലപ്രവൃത്തി 9:40 കാണുന്നു, പത്രോസ് ആമൻ ഹല്ലേലൂയ പ്രൈസ് തബീതയോട് ആ പൈതൽ മരിച്ചു. എന്നാൽ പറഞ്ഞൊരു കാര്യം ഇതാണ്,
എഴുന്നേൽക്ക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൾക്ക് ജീവൻ ലഭിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങളൊക്കെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം ആഗ്രഹിച്ച തലത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞു പോലെ എൻ്റെ പ്രിയ ദൈവജനമേ, പ്രിയ മക്കളെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, എന്താ നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ്. എന്നോട് ചോദിക്കുവീൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നോട് ആമേൻ, പ്രൈസ് കൽപ്പിക്കുന്ന ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 45:11 ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചാട്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമാകുന്ന യഹോവ ഇപ്രകാരം ആമേൻ, ഹല്ലേലൂയ, നമ്മളോട് ഓരോരുത്തരോടും അരുളി ചെയ്യുന്നു. വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കുവീൻ. എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും എന്നോട് കൽപ്പിക്കുവിൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നാവിന്മേലുള്ള അധികാരത്തിൽ, വിശ്വാസത്താലുള്ള അധികാരത്തിൽ ആമേൻ, വിശ്വസിക്കുന്ന ഒരു പ്രവൃത്തി ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ദൈവം ഈ ദേശത്ത് ചെയ്യട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പൗലോസ് ദേശാദിയെ കണ്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചതുപോലെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബാലിന്റെ ആമേൻ പ്രവാചകന്മാർ ദൈവത്തിന്റെ ആമേൻ തീ ആമേൻ, ഹല്ലേലൂയ, ആ ഹോമയാഗത്തിൽ ഇറങ്ങി കത്തിച്ച് അതിനെ ആമേൻ, പ്രൈസ് ഇല്ലായ്മ ചെയ്തപ്പോൾ അവർ ദൈവമെന്ന് വിശ്വസിച്ചതുപോലെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇസ്രായേൽ എല്ലാം കാണുകെ ആമേൻ, ഹല്ലേലൂയ, യോശുവ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ സൂര്യനോട് കൽപ്പിച്ചതുപോലെ ആമേൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, നിന്റെ വായിൽ നിന്ന് വെളിപ്പെടുന്ന ആമേൻ, ഹല്ലേലൂയ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആമേൻ ഒരു ശബ്ദമായി തീരട്ടെ. ആ ശബ്ദത്തിന് മേൽ ജീവിതം ആമേൻ, ഹല്ലേലൂയ, ചില ജീവിതങ്ങൾ ഉടലെടുക്കട്ടെ. ആമേൻ, ശബ്ദത്തിന് മേൽ ആമേൻ, രോഗികൾ സൗഖ്യമാകട്ടെ. ആ ശബ്ദത്തിന് മേൽ, ആ കൽപ്പനയുടെ മേൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി, ദുരാത്മാക്കൾ ഓടി മാറട്ടെ. സഭയിൽ അതിന്റെ അനുഗ്രഹങ്ങൾ വരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അതിന്റെ അനുഗ്രഹങ്ങൾ വരട്ടെ. നമ്മുടെ തലമുറയുടെ മേൽ അതിന്റെ അനുഗ്രഹങ്ങൾ വരട്ടെ. ആമേൻ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ വരട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അധികാരത്തിൽ ആമേൻ, കൽപ്പിക്കുവാനുള്ള അധികാരത്തിൽ, പ്രാർത്ഥിക്കുവാനുള്ള അധികാരത്തിൽ, ദൈവത്തോട് ചോദിക്കുവാനുള്ള അധികാരത്തിൽ ആമേൻ, സഭ നിറയുവാൻ ആമേൻ, ഈ ദിവസങ്ങളാൽ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്.